Welcome to CSAR JRF NET examinations, General Aptitude paper. Today class is 27th class. Lesson 30 continues, work and time part 2. In the last class we have studied work and time, some questions, and today we study a few more questions. General Aptitude, common for 5 streams. NET examination, JRF examination. Work and time problem. You see, question number 1. You need not bother about a number, you write as 1. It is written as 11 here, you write as 1. A can complete a piece of work in 36 days, B in 54 days, and C in 72 days. All the three began to work together, but A left 8 days before the completion of the work and B 12 days before the completion of work. Only C worked up to the end. In how many days was the work completed? അപ്പോൾ എയും ബിയും സിയും ഒരു വർക്കിൽ ഏർപ്പെടുകയാണ്. എ ഇപ്പോൾ 34 ദിവസത്തെ വർക്കാണ്. എ 34 ദിവസമല്ല, എ 34 ദിവസം കൊണ്ട് എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 36 ഡേയ്സ്. എക്ക് 34 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. ബിക്കാണെങ്കിൽ 54 ദിവസം കൊണ്ടേ പറ്റുകയുള്ളൂ. സി 72 ദിവസം എടുക്കും ഈ വർക്ക് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ സി എയുടെ പകുതി ജോലി ചെയ്യുന്നുള്ളൂ അർത്ഥം. ഇവർ 3 ജോലി ആരംഭിക്കുകയാണ്. എന്നിട്ട് എ എന്ന് പറഞ്ഞത് ജോലി തീരുന്നതിന് 8 ദിവസം മുമ്പ് സ്ഥലം വിടും. ബി എന്നുള്ളത് 12 ദിവസം മുമ്പേ ജോലി നിർത്തും. എങ്കിൽ സി മാത്രം ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദ വർക്ക് കംപ്ലീറ്റഡ്, എത്ര ദിവസം കഴിഞ്ഞാണ് ഈ ജോലി തീരുക. അപ്പോൾ ഇങ്ങനെ എയും ബിയും ആ നിശ്ചിത ദിവസം കഴിയുമ്പോൾ അവർ പോവുകയാണ്. അപ്പോൾ സി ഒറ്റയ്ക്ക് ജോലി പൂർത്തിയാക്കിയാണ്. സിക്ക് ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദ വർക്ക് കംപ്ലീറ്റഡ്, എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി തീർന്നത്? 24 ഡേയ്സ്, 25 ഡേയ്സ്, 27 ഡേയ്സ്, 30 ഡേയ്സ്. അപ്പോൾ സി എടുക്കുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കാം. ആൻസർ എ ആണ്. ലെറ്റ് ദി വർക്ക് ബി കംപ്ലീറ്റ് നെക്സ്റ്റ് ഡേയ്സ്. എക്സ് ഡേയ്സ് കൊണ്ട് ജോലി തീരുമെന്ന് വിചാരിക്കുക. സി വർക്ക് ഫോർ എക്സ് ഡേയ്സ്, ദെൻ എ വർക്ക്സ് ഫോർ എക്സ് മൈനസ് 8 ഡേയ്സ് ആൻഡ് ബി വർക്ക്സ് ഫോർ എക്സ് മൈനസ് 12 ഡേയ്സ്. കാരണം എ 8 ദിവസം മുമ്പേ ലെഫ്റ്റ് ചെയ്തു, ബി 12 ദിവസം മുമ്പേ ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ ആകെ വേണ്ട ദിവസം എക്സ് ആണെങ്കിൽ സി മാത്രമാണ് ഈ കംപ്ലീറ്റ് ദിവസം ജോലി ചെയ്യുന്നുള്ളൂ, എക്സ് ഡേയ്സ് ജോലി ചെയ്യുന്നുള്ളൂ. എ ജോലി ചെയ്യുന്നത് എക്സ് മൈനസ് 8 ഡേയ്സ് ആണ്. സി വർക്ക്സ് ഫോർ എക്സ് മൈനസ് 12 ഡേയ്സ്. അപ്പോൾ ഇവരുടെ എല്ലാ വർക്കും ഓരോ ദിവസത്തെ വർക്ക് കൂട്ടിയാൽ, ഇവരുടെ ഓരോരുത്തരുടെ വർക്ക് കൂട്ടിയാൽ നമുക്ക് ആകെ വർക്ക് കിട്ടും. ആകെ വർക്ക് വേണമായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എ 34 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ജോലി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എക്സ് മൈനസ് 8/36. ബിയുടേത് എക്സ് മൈനസ് 12/54. സിയുടേത് എക്സ് മൈനസ് 72 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ കൂട്ടിയാൽ ആ 1 എന്ന് കിട്ടും. ആകെയുള്ള വർക്ക് 1, ഒരു ദിവസത്തെ വർക്ക് കിട്ടും. എയുടെ ഒരു ദിവസത്തെ വർക്കും ബിയുടെ ഒരു ദിവസത്തെ വർക്കും സിയുടെ ഒരു ദിവസത്തെ വർക്കും കൂട്ടിയാൽ ആകെ ഒരു ദിവസത്തെ വർക്ക്, 3 പേരും ചെയ്യുന്ന ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കാണിക്കുക കേട്ടോ. 6x minus 48 plus 4x minus 48 plus 3x by 216 is equal to 1. LCM കൊണ്ട് കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ മുകളിൽ നമുക്ക് 13x minus 96 is equal to 216 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. On cross multiplication we get a 216, that is 13x is equal to 216 plus 96. We take 96 minus to the right side. 312, x is equal to 312/13, x 24 days. So the work can be finished in 24 days. ജോലി 24 ദിവസം കൊണ്ട് തീർക്കാം. 24 days. Answer is A. Option A. 24 days. Next problem. While working 7 hours a day, A alone can complete a piece of work in 6 days and B alone in 8 days. In what time would they complete it together? 8 hours a day. അപ്പോൾ എക്ക് ഒരു ദിവസം 7 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും.
അങ്ങനെ ചെയ്താൽ 4 ദിവസം കൊണ്ട് വർക്ക് തീരും. ബിക്ക് ആൻഡ് ബി അലോൺ ഇൻ 8 days. ആ 7 മണിക്കൂർ വെച്ച് ബി മാത്രം ചെയ്യുകയാണെങ്കിൽ 8 ദിവസം കൊണ്ട് അയാൾക്ക് ജോലി തീർക്കാൻ സാധിക്കും. ഇനി വാട്ട് ടൈം വുഡ് ദേ കംപ്ലീറ്റ് ഇറ്റ് ടുഗദർ 8 hours a day. 2 പേരും 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ഫിനിഷ് ചെയ്യാം? അപ്പോൾ 7 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ 6 ദിവസം കൊണ്ട് എക്ക് ജോലി ഫിനിഷ് ചെയ്യാം. ബിക്കാണെങ്കിൽ 8 ദിവസം എടുക്കും. ഇപ്പോൾ ക്വാണ്ടം ഓഫ് വർക്ക് കുറവാണ് ബിയുടെ. എങ്കിൽ 2 പേര് 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീരും? 3 days, 4 days, 2.1 days, 3.6 days. ഓപ്ഷൻ ഡി 3.6 days ആണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എ ആണ് ഇവിടെ. 3 days വേണ്ടി വരും 2 പേര് ഒരുമിച്ച് ജോലി ചെയ്താൽ. അതെങ്ങനെയാണെന്ന് നോക്കിയതിൻ്റെ ആൻസർ. എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 7 into 6 42 hours. അപ്പോൾ ദിവസം 7 മണിക്കൂർ വെച്ച് 6 ദിവസം കൊണ്ട് ജോലി തീർക്കാമല്ലോ. അപ്പോൾ ആകെയുള്ള ജോലി 42 മണിക്കൂർ ജോലിയാണ്. ദ ടോട്ടൽ വർക്ക് ഈസ് ഫോർ 42 hours. എ വർക്ക്സ് 7 hours a day and he works for 6 days. Then the total work he can do is 42 hours work. 1 hours work of എയുടെ ഒരു ദിവസത്തെ ജോലി 1/42. 1/42 ജോലി ഒന്നായിട്ട് വിചാരിച്ചാൽ 42 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂറുള്ള ജോലി, 1 മണിക്കൂർ എ ചെയ്യുന്ന ജോലി, എ വർക്ക് ഫോർ 1 hour 1/42. ബി ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് 7 into 8 56 hours. അപ്പോൾ സി 7 മണിക്കൂർ ജോലി ചെയ്താൽ 8 ദിവസം കൊണ്ടാണ് തീരുന്നത്. അപ്പോൾ 56 മണിക്കൂർ വേണം. ബി ഇസ് 1 day വർക്ക് 1/56. സോ 1 hour വർക്ക്. therefore എ പ്ലസ് ബി ഇസ് 1 hour വർക്ക്. എയുടെയും ബിയുടെയും 1 hour വർക്ക്. അത് രണ്ടും നമ്മൾ കൂട്ടിയെടുക്കും. എ പ്ലസ് ബി ഇസ് 1 hour വർക്ക് 1/42 plus 1/56. LCM is 168 LCM. In the numerator we get 4 plus 3 7/168. So time taken by A plus B working 8 hours daily. എങ്കിൽ എയും ബിയും കൂടി 8 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ 2 പേരുടെ ഒരു ദിവസത്തെ ജോലി 7/168 അപ്പോൾ 8 മണിക്കൂറാണ് ജോലി ചെയ്തത്. അപ്പോൾ 8 മണിക്കൂറാകുമ്പോൾ ഇൻറ്റു 8 എടുക്കണം ടോട്ടൽ. അപ്പോൾ ടൈം കണ്ടുപിടിക്കാനായിട്ട് 1/7 into 8/168 എന്നിടാം. 1/7 into 8/168. 168 മുകളിൽ പോവും. അങ്ങനെയാണ് 168/78 എന്ന് വരുന്നത്. 1 ആണ് കാണേണ്ടത്. ആ എയുടെ 1 hour വർക്ക്. അപ്പോൾ 8 മണിക്കൂർ വർക്ക് കാണണം. 8 മണിക്കൂർ വർക്കാണ് 7/168 into 8. 7 into 8/168. അതുകൊണ്ട് 1 ഹരിക്കുമ്പോഴാണ് ടൈം കിട്ടുന്നത്. സോ 1/7 into 8/168. 168 will go to the numerator. We get 3 days. That is the answer. Next problem. 2 pipes P and Q can fill a cistern in 12 and 15 minutes respectively. Both are open together, but at the end of 3 minutes P is turned off. In how many more minutes will Q fill the cistern? ഒരു സിസ്റ്റേൺ, ഒരു പാത്രം നമുക്ക് വിചാരിക്കാം. അത് 2 പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. പി ആൻഡ് ക്യൂ പൈപ്പുകൾ സിസ്റ്റേൺ ഫില്ല് ചെയ്യുകയാണ്. അങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 2 പൈപ്പാണ്. പി മാത്രം ഉപയോഗിച്ച് ഫില്ല് ചെയ്താൽ 12 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇതൊരു ക്യൂ മാത്രം എടുത്ത് ഫില്ല് ചെയ്താൽ 15 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഈ ക്യൂ എന്നുള്ള പൈപ്പിന് വണ്ണം കുറവാണ്, അതാണ് സമയം കൂടുതൽ എടുക്കുന്നത്. പി എന്നുള്ള പൈപ്പ് 12 മണിക്കൂർ കൊണ്ട് സിസ്റ്റർ ഫില്ല് ചെയ്യും. ആ ക്യൂ എന്നുള്ളത് 15 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ബോത്ത് ആർ ഓപ്പൺ ടുഗദർ. രണ്ടും ഒരുമിച്ച് തുറന്നിട്ട് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് 3 minutes പി is turned off. രണ്ടും ഒരുമിച്ച് തുറന്നതിന് ശേഷം 3 മിനിറ്റ് കഴിയുമ്പോൾ ആ പി അടച്ചു കളയും. ഇനി ഹൗ മെനി മോർ മിനിറ്റ്സ് വിൽ ക്യൂ ഫിൽ ദി സിസ്റ്റേൺ? അപ്പോൾ ക്യൂ എത്ര മിനിറ്റ് എടുക്കും, എത്ര മിനിറ്റ് കൂടുതൽ എടുക്കും
ഈ സിസ്റ്റേൺ ഫില്ല് ചെയ്യാൻ. 7 minutes, 7.5 minutes, 8 minutes, 8 and 1/4 minutes. Answer: P can fill the cistern in 12 minutes. P fills cistern in 1 minute, 1/12. ആകെ ഒന്നാണ് ഇതിൻ്റെ ആകെ വോളിയമെങ്കിൽ 12 മിനിറ്റ് എടുക്കുന്നത് കൊണ്ട് 1 മിനിറ്റിൽ ഫിൽ ചെയ്യുന്ന വോളിയം 1/12. Q can fill cistern 15 minutes. So Q fills cistern in 1 minute, 1/15 part. P and Q together can fill the cistern in 1 minute. രണ്ടും കൂട്ടിയാൽ മതി. 1/12 + 1/15, 9/60 part. അതായത് 2 പൈപ്പും കൂടി 1 മിനിറ്റ് കൊണ്ട് ഫിൽ ചെയ്യുന്നത്. So they can fill the cistern in 3 minutes. കാരണം 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ടേൺ ഓഫ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 3 മിനിറ്റിൻ്റെ നേരത്തേക്കുള്ള രണ്ടിൻ്റെയും പ്രവർത്തനം കണക്ക് കൂട്ടണം. ദാറ്റ് ഈസ് 3 × 9/60, ദാറ്റ് ഈസ് 9/20 part. അത്രയും ഫില്ല് ചെയ്യും. ഇനി അങ്ങോട്ട് രണ്ടാമത്തെ പൈപ്പ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. റെസ്റ്റ് ഓഫ് സിസ്റ്റേൺ, റെസ്റ്റ് വോളിയം ഇൻ സിസ്റ്റേൺ ആകെ 1 ആണല്ലോ. 1 മൈനസ് ഇത് കുറക്കണം, ഈ ഫില്ല് ചെയ്ത് കുറക്കണം. 9 - 20, ദാറ്റ് ഈസ് 11/20 part. And this 11/20 part is then filled by pipe Q. 11 part cistern must be filled by Q in time. അപ്പോൾ ടൈം എടുക്കണം. അപ്പോൾ ആകെയുള്ള വോളിയം ഇനി അവശേഷിക്കുന്നത് 11/20 ആണ്. ആ ക്യൂവിൻ്റെ 1 മിനിറ്റ് ഫില്ലിങ് കപ്പാസിറ്റി 1/15 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. റിമൈനിങ് സിസ്റ്റേൺ വോളിയം ഫില്ല് ചെയ്യേണ്ടത് 11/20 ആണ്. ആ ക്യൂവിൻ്റെ പമ്പിങ് റേറ്റ് 1/15 ആണ്. അതുകൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ അല്ല, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കത് 25/4 എന്ന് കിട്ടും. 25/4 എന്ന് കിട്ടും. 33/4 അല്ലേ, എന്നാൽ 33/4 എന്ന് കിട്ടും. 11/3 വരും. അപ്പോൾ 8 × 4 = 8 and 1/4 minute എന്ന് കിട്ടും ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം. Two pipes can fill an empty tank separately 24 minutes and 40 minutes respectively, and a third pipe can empty 30 gallons of water per minute. If all 3 pipes are open, empty tanks become full in 1 hour. The capacity of the tank in gallon is. അപ്പോൾ 2 പൈപ്പുകളുണ്ട്. 2 പൈപ്പ് അവ സെപ്പറേറ്റ് പ്രവർത്തിച്ചാൽ ഒന്നാമത്തെ പൈപ്പ് 24 മിനിറ്റ് കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് 40 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. ഇനി ഒരു തേർഡ് പൈപ്പ് ഒരു ടാങ്കിലേക്ക് കൊടുക്കും കേട്ടോ. തേർഡ് പൈപ്പ്, ആ തേർഡ് പൈപ്പ് എം ടി ചെയ്യണം ടാങ്കിന്. അപ്പോൾ എം ടി ചെയ്ത കണക്ക് 30 gallons പെർ മിനിറ്റ് അത് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയും. 30 പമ്പ് ചെയ്തല്ല, ഒഴുക്കി കളയും. 30 gallons. If all the 3 pipes are open, empty tank becomes full. Empty tank എന്ന് മതി, ടാങ്ക്സ് വേണ്ട. empty tank become full in 1 hour. The capacity of the tank in gallons is. ഇപ്പോൾ ഗാലൻ എത്ര ലിറ്റർ ആണെന്നുള്ള കൺവേർഷൻ ഒന്നും വേണ്ട, നമുക്ക് ഗാലൻ വെച്ച് തന്നെ ചെയ്യുന്ന കണക്കാണ്. 800 gallons എന്ന് വേണം കേട്ടോ. ഗാലൻ എന്ന് മതി, കാരണം നമ്മുടെ യൂണിറ്റ് എല്ലാം സിംഗിളായിട്ടാണ് കൊടുക്കുന്നത്. 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ 10 ന്യൂട്ടൺസ് എന്ന് പറയണ്ട. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ മതി, 50 മീറ്റേഴ്സ് എന്ന് പറയണ്ട. അപ്പോൾ ചില ക്വസ്റ്റിനകത്തൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് ഗാലൻസ്, അതിൻ്റെ ആവശ്യമില്ല, ഗാലൻ എന്ന് കൊടുത്താൽ മതി. യൂണിറ്റുകളെല്ലാം നമ്മൾ സിംഗിളാണ് പറയേണ്ടത്. ഇപ്പോൾ പിന്നെ റുപ്പി തന്നെ, റുപ്പി 500 റുപ്പി എന്ന് പറയാം. റുപ്പീസ് എന്ന് പറയാനുണ്ട്, പക്ഷേ അത് പ്രയോഗം ശരിയല്ല. റുപ്പി എന്ന് മതിയാകും. 800 gallons, 600 gallons, 500 gallons, 400 gallons. ഏതാണ് ഉത്തരം? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 2 പൈപ്പുകൾ, ഒന്നാമത്തെ പൈപ്പ് മാത്രം 24 മിനിറ്റ് ഫില്ല് ചെയ്താൽ ടാങ്ക് ഫില്ല് ചെയ്യും. രണ്ടാമത്തെ 40 മിനിറ്റ് വേണം ഫില്ല് ചെയ്യാൻ. പിന്നെ ഒരു തേർഡ് പൈപ്പുണ്ട്, അത് മിനിറ്റിൽ 30 gallon വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയും. ഈ 3 പൈപ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ
ആ എം ടി ടാങ്ക് ഫില്ലാകും 1 മണിക്കൂർ കൊണ്ട്. എങ്കിൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. ലെറ്റ് ദി കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് ഈക്വൽ എക്സ് ഗാലൺ. ടാങ്കിൻ്റെ വോളിയം എക്സ് ഗാലൺ എന്ന് വിചാരിക്കുക. പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഒന്നാമത്തെ 24 മിനിറ്റ് ആണല്ലോ. അപ്പോൾ x/24 പ്ലസ് രണ്ടാമത്തെ 40 മിനിറ്റ് ആണല്ലോ വേണ്ടത്. x/40 -30 ഒഴുക്കി കളയുമല്ലോ. 30 ഗാലൻ ഒഴുക്കി കളയും. അപ്പോൾ ഗാലനിലെ കണക്കാണ്. അപ്പോൾ 1 മിനിറ്റിൽ ഫില്ലാകുന്നത് എത്രയാണ്? x/24 ഫസ്റ്റ് പൈപ്പ്, x/40 സെക്കൻഡ് പൈപ്പ്, 30 ഗാലൻ തേർഡ് പൈപ്പ് ഒഴുക്കി കളയും. അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഫില്ലാകുന്ന വെള്ളം x/24 പ്ലസ് x/40 -30 ആണ്. ദാറ്റ് ഈസ് x/24 പ്ലസ് x/40 -30 ഈസ് ഈക്വൽ ടു x/60. ആ 60 എന്ന കണക്കാണ്. 1 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് നമുക്ക് ഫില്ല് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് ഈ 3 പൈപ്പും വർക്കിംഗ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ 3 പൈപ്പിൻ്റെ 1 മിനിറ്റിലെ ജോലി x/60. കാരണം മണിക്കൂറിനെ നമ്മൾ മിനിറ്റാക്കി ചെയ്താണ്. അതാണ് 60 വരുന്നത്. x/60. മനസ്സിലായാലും ഒന്നാമത്തെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് ഒന്നാമത്തെ പൈപ്പ് ഫില്ല് ചെയ്യുന്ന x/24, രണ്ടാമത്തെ പൈപ്പ് ഫില്ല് ചെയ്യുന്ന x/40, മൂന്നാമത്തെ പൈപ്പ് എം ടി ചെയ്യുന്നത് 30 ഗാലൺ. ഈ ടാങ്കിൻ്റെ വോളിയം എക്സ്. പിന്നെ ഇത് 3ഉം കൂടി ഓപ്പറേറ്റ് ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫില്ലാകുന്നത് കൊണ്ട് 1 മണിക്കൂർ 60 മിനിറ്റാണ്. അപ്പോൾ ആ വർക്ക് 1 മിനിറ്റിൽ x/60. ഇത് 2 ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ 30 നമുക്ക് റൈസിലേക്ക് കൊണ്ടുപോകാം. 30 റൈസിലേക്ക് കൊണ്ടുപോകാം. x/24 പ്ലസ് x/40 മൈനസ് x/60 ഈസ് 30. ഇവിടെ 240 LCM 10x പ്ലസ് 6x മൈനസ് 4x/240 ഈസ് 30. 12x is equal to 13 240. X is 600 gallons. Next problem. A cistern can be filled by 2 pipes in 20 and 30 minutes respectively. Both the pipes are opened when the first pipe must be turned off, so that the cistern must be filled in 10 minutes more. A cistern can be filled by 2 pipes in 20 and 30 minutes respectively. 2 പൈപ്പ് ഉണ്ട്. ഒരു സിസ്റ്റേൺ പാത്രം നമുക്ക് 20-30 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാം. റെസ്പെക്റ്റീവ് ആയിട്ട്, സെപ്പറേറ്റ് ആയിട്ട്. ബോത്ത് പൈപ്സ് ആർ ഓപ്പൺ. രണ്ടും തുറന്നു വെച്ചു. വെൻ ദി ഫസ്റ്റ് പൈപ്പ് മസ്റ്റ് ബി ടേൺഡ് ഓഫ്. എപ്പോൾ ഫസ്റ്റ് പൈപ്പ് ടേൺ ഓഫ് ചെയ്യണം. സോ ദാറ്റ് ദ സിസ്റ്റേൺ മേ ബി ഫിൽഡ് ഇൻ 10 മിനിറ്റ് മോർ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി എടുത്ത് ഈ സിസ്റ്റേൺ ഫില്ല് ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റ് പൈപ്പ് എപ്പോൾ നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. എ സിസ്റ്റേൺ ക്യാൻ ബി ഫിൽഡ് ബൈ 2 pipes in 20 and 30 minutes respectively. Both pipes are opened when the first pipe. എപ്പോഴാണ് ഈ പൈപ്പ് ഓൺ ചെയ്തില്ല, എപ്പോഴാണ് ആ ഫസ്റ്റ് പൈപ്പ് നമ്മൾ ടേൺ ഓഫ് ചെയ്യേണ്ടത്? പിന്നീട് സിസ്റ്റം നിറയാനായിട്ട് 10 മിനിറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ. ആഫ്റ്റർ 10 മിനിറ്റ്, ആഫ്റ്റർ 12 മിനിറ്റ്, ആഫ്റ്റർ 20 മിനിറ്റ്, ആഫ്റ്റർ 5 മിനിറ്റ്. Option D. Percentage of cistern is filled by first pipe in 1 minute. 1 മിനിറ്റ് ഫില്ലാകുന്നത്. ഇത് നമ്മൾ പെർസെൻറ്റേജ് മോഡൽ പറയാം. 1/20 കഴിഞ്ഞാലും മതി. ഇവിടെ 100/25% എന്ന് പറയാം, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. A percentage of cistern that is filled by second pipe in 1 minute, 100/30, that is equal to 3.33. So percentage cistern filled, percentage of volume cistern filled by first and second pipes in 1 minute. രണ്ടും കൂട്ടണം. 5 and 3.33, 8.33%. 1 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്നതാണ് പാത്രത്തിൻ്റെ. Cistern is totally filled by second pipe in last 10 minutes. This means second pipe filled 33.3% of cistern in last 10 minutes and 66.6 cistern is filled by first and
സെക്കൻഡ് പൈപ്പ്. ഇപ്പം ലാസ്റ്റ് 10 മിനിറ്റ് ആണ്. ലാസ്റ്റ് 10 മിനിറ്റ് വെച്ചാൽ 60 സെക്കൻഡാണ്. ലാസ്റ്റ് 10 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ നിങ്ങൾ ആ കണക്കിലേക്ക് ഒന്ന് പോയിക്കേ. അതായത് രണ്ട് പൈപ്പും കൂടി 1 മിനിറ്റ് ഫിൽ ചെയ്യുന്നത് 8.33 ആണ്. 33 8.33. അപ്പോൾ അവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് പൈപ്പ് 33.3% ഫിൽ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെ 33.33 കിട്ടുന്നത്? 33.33 ഇവിടെ 33.33യുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതെങ്ങനെയൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. A cistern can be filled by 2 pipes in 20 and 30 minutes. Both the pipes are opened. When the first pipe is must be turned. ഇപ്പോൾ ഫസ്റ്റ് പൈപ്പ് ടേൺ ഓഫ് ചെയ്യണമെന്നാണ്. Cistern is totally filled by second pipe in last 10 minutes. This means second pipe fills 33% at the of the cistern in last 10 minutes and 66.6% of cistern is filled by first and second pipe together in 8 minutes. അപ്പോൾ ആ 8 മിനിറ്റ് ഈ 66.66 കിട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കണം നിങ്ങൾ. 66.66 കിട്ടുന്നത്. അപ്പോൾ രണ്ട് പൈപ്പിൻ്റെ കൂടി നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് പൈപ്പ് 3.33 ആണ്. ഫസ്റ്റ് പൈപ്പിൻ്റെത് നമുക്ക് 5% ആണ്. Cistern will be filled by second and third pipe in 1 minute 8.33 ആണ്. 8.33 ആണ്. Cistern is totally filled by second pipe in last 10 minutes. അപ്പോൾ ഈ സെക്കൻഡ് പൈപ്പിൻ്റെ 1 മിനിറ്റ് നേരത്തേക്കുള്ളത് 3.33 ആണല്ലോ. 1 മിനിറ്റ് നേരത്തേക്ക് സെക്കൻഡ് പൈപ്പില്ലേ. അപ്പം 10 മിനിറ്റ് നേരം അത് പമ്പ് ചെയ്താൽ വേണ്ടത് അതിൽ നിന്ന് ഒഴിക്കിയാൽ സെക്കൻഡ് പൈപ്പിൽ ഒഴിക്കിയാൽ നമുക്ക് കിട്ടുന്നത് 3.33 × 10 മിനിറ്റ് ആണ്. അപ്പോൾ 33.33 കിട്ടും. ബാക്കിയാണ് റിമൈനിങ് 66.66 വരുന്നത്. 100ൽ നിന്ന് 33.3 കുറച്ചാൽ നമ്മൾ 66.7 പറയേണ്ടത്. പക്ഷേ 66.6 പറഞ്ഞാൽ മതി, നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല. അത് ഈ രണ്ട് പൈപ്പും കൂടെ ഫില്ല് ചെയ്തത്. രണ്ട് പൈപ്പും കൂടി 8.33 ആണ്. അപ്പോൾ അതിന് വേണ്ട സമയം 66.6/8.33 ദാറ്റ് ഈസ് 5 മിനിറ്റ്. 5 മിനിറ്റ് സമയം വേണ്ടി വരാം. 5 മിനിറ്റ്. ദസ് ആഫ്റ്റർ 5 മിനിറ്റ് ഫസ്റ്റ് പൈപ്പ് മസ്റ്റ് ബി ടേൺഡ് ഓഫ്. അപ്പോൾ 33.3 കിട്ടുന്നതിൻ്റെ കണക്ക് നിങ്ങൾ ഓർത്തോളാം. ഈ 33.3 കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് ആ സെക്കൻഡ് പൈപ്പിൻ്റെ മാത്രം 3.33 ആണ്. അത് 10 മിനിറ്റ് ഓൺ ചെയ്താൽ 10 മിനിറ്റ് തുറന്നിരുന്നാൽ 33.3% ഫില്ല് ചെയ്യും. ബാക്കി 66.6 ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതിനാണ് രണ്ട് പൈപ്പിൻ്റെ കണക്ക്. രണ്ട് പൈപ്പിൻ്റെ റേറ്റ് എടുത്ത് നമ്മൾ ഹരിക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tank can be filled with water by 2 pipes and be together in 30 minutes.
If the pipe B was stopped after 30 minutes, the tank is filled in 40 minutes. The pipe B alone can fill the tank in. രണ്ട് പൈപ്പ് ഉണ്ട് എയും ബിയും. A tank can be filled with water by 2 pipes A and B together in 30 minutes. ഈ രണ്ട് പൈപ്പ് ഒരുമിച്ച് ഓൺ ചെയ്താൽ 36 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ലാകും. If the pipe B was stopped after 30 minutes, the tank is filled in 40 minutes. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് പൈപ്പ് ബി നമ്മൾ ഓഫ് ചെയ്താൽ, സ്റ്റോപ്പ് ചെയ്താൽ ടാങ്ക് 40 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ദ പൈപ്പ് ബി ക്യാൻ എലോൺ ഫിൽ ദ ടാങ്ക് ഇൻ. ഇപ്പോൾ ബി മാത്രമാണെങ്കിൽ എത്ര സമയമെടുക്കും? 45 മിനിറ്റ്, 60 മിനിറ്റ്, 75 മിനിറ്റ്, 90 മിനിറ്റ്. Let us see the answer. Let the pipes fill the tank next minute. Part of tank filled by pipes A and B in 1 minute. 1/36. രണ്ട് ടാങ്ക് കൂടി ഫില്ല് ചെയ്ത് 1/36 ആണ്. 36 എങ്ങനെ കിട്ടി? 1/36 എന്നുള്ള എങ്ങനെ കിട്ടും? അവിടെ 36 മിനിറ്റാണ് രണ്ടും കൂടി. അപ്പോൾ നമ്മൾ ആകെ ഉള്ള വോളിയത്തെ നമ്മൾ 36 ഗുണിക്കണം 1 മിനിറ്റിൽ ഫില്ലാകുന്നത് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് 1/36 ആണ്. പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 മിനിറ്റ്. പൈപ്പ് എ ഇൻ 1 മിനിറ്റ് 1/36 ഇൻറ്റു 1 മൈനസ് 1/x. അപ്പോൾ എന്താണ് ഈ 1/x നമുക്ക് മനസ്സിലാക്കണം. Let the pipe B fill the tank in X minute. X മിനിറ്റിൽ പൈപ്പ് ബി ഫില്ല് ചെയ്താൽ 1 മിനിറ്റിൽ അത് ഫില്ല് ചെയ്യുന്നത് 1/x ആയിരിക്കും, 1 മിനിറ്റിൽ. അപ്പോൾ പാർട്ട് പൈപ്പ് ബി എക്സ് മിനിറ്റിൽ ഫില്ല് ചെയ്ത് താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് മുകളിലില്ല. അപ്പോൾ 1 മിനിറ്റ് 1/x. അത് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സ്റ്റെപ്പ് കിട്ടും. പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ബൈ എ ഇൻ 1 മിനിറ്റ്. രണ്ടും കൂടി ഉള്ളതിൽ നിന്ന് ബിയുടെ കുറച്ചാൽ മതി. 1/36 മൈനസ് 1/x. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ 30 is equal to 1/x. ബി മാത്രമാണല്ലോ അവസാനം ഉള്ളത്. 1 മിനിറ്റിലെ കാര്യമാണ് പറയണത്. പ്ലസ് 40 ഇൻറ്റു 1/36 മൈനസ് 1/x. Thirty into 1/x ആണ്. 30 into 1/x. 30 into 1/x ആണ്. After 30 minutes പറഞ്ഞത് it was stopped. Pipe B is stopped if the pipe B was stopped after 30 minutes. അപ്പോൾ 30 മിനിറ്റ് നമ്മുടെ ബിയുടെ വാട്ടർ ഫ്ലോ കണ്ടുപിടിക്കണം. അതിനകത്ത് 30 into 1/x പ്ലസ് പിന്നെ മറ്റേത് 40 മിനിറ്റ് ഉണ്ടല്ലോ രണ്ടും കൂടി ഉള്ളത്. 1/36 മൈനസ് 1/x. 1/36 മൈനസ് 1/x അതാണ് പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 മിനിറ്റ്. അപ്പോൾ 30 into 1/x ബിയുടേത്, 40 into 1/36 മൈനസ് 1/x എയുടേത്. അതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടണം. ആ റേറ്റ് ഓഫ് ഫില്ലിംഗ് കാണുമ്പോൾ, പമ്പിങ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30/x പ്ലസ് 40/36 മൈനസ് 40/x is 1. You simplify 10/x is 1/9. X is 90 മിനിറ്റ് എന്ന് വരും. ടെസ്റ്റ് ക്വസ്റ്റ്യൻ. A boy and a girl together fill a cistern with water. The boy pours 4 liters of water every 3 minutes and the girl pours 3 liters every 4 minutes. How much time will it take to fill 100 liters of water in the cistern? 36 minutes, 42 minutes, 48 minutes, 44 minutes. അപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു സിസ്റ്റേൺ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. ആൺകുട്ടി 4 ലിറ്ററാണ് ഓരോ മിനിറ്റിലും. 4 liters വാട്ടർ പിന്നെ ഓരോ 3 മിനിറ്റിൽ 4 ലിറ്റർ വാട്ടർ ഒഴിക്കും.
ഗേൾ പോസ് 3 ലിറ്റർ ഇൻ 4 മിനിറ്റ്. പെൺകുട്ടി ഒരു 4 മിനിറ്റിൽ 3 ലിറ്റർ വീതം ഫില്ല് ചെയ്യും. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ഫിൽ 100 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ദി സിസ്റ്റേൺ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി, വാട്ടർ ഫിൽഡ് ബൈ ബോയ് ആൻഡ് ഗേൾ ഇൻ 1 മിനിറ്റ്. ഓരോരുത്തരുടെ 4 ലിറ്ററിന് 3 മിനിറ്റല്ല ആൺകുട്ടിയുടേത്. അപ്പോൾ 1 മിനിറ്റിൽ 4/3. 3 ലിറ്റർ 4 മിനിറ്റിലാണല്ലോ പെൺകുട്ടിയുടേത്. അപ്പോൾ 1 മിനിറ്റ് കാണുമ്പോൾ 3/4. അപ്പോൾ അത് കൂട്ടുമ്പോൾ 16 + 9/12, 25/13 ലിറ്റർ. ലിറ്ററിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് LITRE ആണ് കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതാം. LITRE ആണ് അക്സെപ്റ്റഡ് സ്പെല്ലിംഗ്. ഹെൻസ് ടൈം ടേക്കൺ ടു ഫിൽ 100 ലിറ്റർ. 100 ലിറ്ററിനുള്ള ടൈം എന്തായിരിക്കും? 100/25/12 അങ്ങനെയാണല്ലോ. 100 നമ്മൾ പിന്നെ ഈ 1 മിനിറ്റിൽ വോളിയം കൊണ്ട് ഹരിക്കണമല്ലോ. 100/25/12, 12 മോളിൽ പോകും. അപ്പോൾ 48 മിനിറ്റ്. ദാറ്റ് ഇസ് ആൻസർ. അപ്പോൾ ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ടൈം. അരമണിക്കൂർ ആയി. അതുകൊണ്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ഒന്ന് തനിയെ ചെയ്യണം. ഇപ്പോൾ സമയം 30 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. 18th ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നോക്കുക. എ ടാങ്ക് ഹാസ് എ ലീക്ക് വിച്ച് വുഡ് empty the completely fill the tank in 10 hours if the tank is full of water and a tap is opened which admits 4 liters of water per minute in the tank. The leak takes 15 hours to empty the tank. How many liters does the tank hold? 2400 liters, 4500 liters, 1200 liters, 7200 liters. The option is D. You see the answer. Calculation നോക്കുക. കാൽക്കുലേഷൻ പോസിറ്റീവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് 7200 ലിറ്റേഴ്സ് കിട്ടും. അപ്പം അത് സമയമെടുത്ത് വായിച്ച് നോക്കി എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 19th question. 19th question, A, B and C completed a work costing ₹1800. A work for 6 days. A work for 6 days. Works for 6 days. B for 4 days. And C for 9 days. If their daily wages are in the ratio of 5:6:4, how much amount will be received by A? 4 choice. 800, 600, 900, 750. And the solution ഇവിടെ ഉണ്ട്. Solution is given here. ഒരു ഹിൻഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നിങ്ങൾ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ അതിന് താഴെ ഒരു ഹിൻഡ് ചെയ്തിട്ടുണ്ട്. X = 20 ആയിട്ട് എടുക്കണം. ടോട്ടൽ ഫോർ A is equal to 6.5 into 6 into 5 into പോയിന്റ് അല്ല, അവിടെ ഇൻറ്റു എക്സും ആയിട്ട് കൺഫ്യൂസ് ആയിരിക്കും. ഇൻറ്റുവിനെ പോയിന്റ് ഇട്ടിരിക്കുകയാണ്. 6 into 5 into X ആണ്. 6 into 5 30 into 20 ആണ്. X 20 എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 600 എന്ന് കിട്ടുക. നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് എഴുതിയെടുക്കുക. വൺ മോർ ക്വസ്റ്റ്യൻ. A man and a boy received ₹800 as wages for 5 days for the work they did together. The man's efficiency in the work was thrice times that of the boy. What are the daily wages of the boy? Daily wage of the boy എന്ന് മതി. What is 76, 56, 44, 40. അപ്പോൾ അതിവിടെ ആൻസർ ഉണ്ട്. അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ബോയിയുടെ ഡെയിലി വേജ് 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്. That you do. I hope you can write from this. So this class is over. The class number 27 is over. We continue our classes with another topic in the next class. Thank you.